സമയം 5 മണി കഴിയുന്നു. ഇനി ഇരുട്ടിയാൽ ഒരിക്കലും തന്നെ ഇവിടെ മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ ആനയെ പിടികൂടുന്ന ദൗത്യത്തിലേക്ക് കടക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഈ ദൗത്യം ഏകദേശം അവസാനിപ്പിച്ചു, ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് സൂചനകൾ മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ല. വനമന്ത്രിയെ നമ്മളിപ്പോൾ അല്പം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു. ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് വനമന്ത്രിയും പറയുന്നത്. ഏതായാലും ഈ മണ്ടുണ്ണി കോളനി ഭാഗത്ത് ആന ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വനപാലകർ ഇവിടുന്ന് മടങ്ങുന്നു, വനമുദ്യോഗസ്ഥർ ഈ ഭാഗത്തുനിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ഈ ഭാഗത്ത് ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഏതായാലും ഈ മിഷൻ വേലൂർ മഗ്ന ആദ്യഘട്ടത്തിൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വനം ഉദ്യോഗസ്ഥർ മണ്ടുണ്ണി കോളനി ഭാഗത്ത് നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ട് ആനകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ആ 2 ആനകളുമല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വനപാലക സംഘം ഉദ്യോഗസ്ഥന്മാർ മടങ്ങുന്നത്. ഇനി ഇപ്പോൾ ഈ കോളനി നിവാസികൾ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഈ ഭാഗത്ത് ഈ കോളനിവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കണം എന്നുള്ളതാണ്. കാരണം ഇനി സുരക്ഷ ഒരുക്കിയിട്ടില്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് മോഴയാന വീണ്ടും ഇറങ്ങി വന്നാൽ അത് അവരുടെ ജീവന് ഭീഷണിയാവും. അതുകൊണ്ട് പൂർണ്ണമായും ഒരു സുരക്ഷ ഒരുക്കാൻ ഈ ഭാഗത്തെ കോളനി നിവാസികൾക്കും ഇവിടെ 44 കുടുംബങ്ങളുണ്ട് എന്ന് പറയുന്നു. ഈ കുടുംബങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. രാത്രി ഇങ്ങോട്ട് വീണ്ടും ഈ ആന ഇറങ്ങി വരാനുള്ളൊരു സാധ്യത ഇവർ കണക്കാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്ത് ആന ഇറങ്ങാറുണ്ടോ? ഈ ഭാഗത്ത് ആനല്ലേ ഇറങ്ങുന്നുള്ളൂ. ഇപ്പം മുതൽ തുടങ്ങിയതല്ലേ ഈ പരിപാടി. അപ്പോൾ ഞാൻ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ കുറച്ച് പേര് കാവലായിട്ട് വേണം കോളനികളിൽ. അപ്പം ഏതിലെ ഭാഗത്ത് വരുന്ന അറിയില്ലല്ലോ ആന രഹന്തയായി കഴിഞ്ഞാൽ. അപ്പോൾ കാവൽ സുരക്ഷിതമായിട്ട് വേണമല്ലോ രാത്രി. രാവിലെ ആ മോഴയാന ഇങ്ങോട്ട് വന്നിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. രാവിലെ ഈ ഭാഗത്ത് കോളനിയുടെ മോൾ ഭാഗത്ത് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. സാധാരണ ഈ കോളനിയുടെ മോൾ ഭാഗത്തേക്ക് ആനകൾ വരാറ്? വനപ്രദേശമല്ലേ, ആന വരാതും നിങ്ങൾ ഉപദ്രവിക്കാറുണ്ട്? ഇല്ലല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനകൾ ഇറങ്ങുന്നൊരു ഭാഗമാണ്. സാധാരണഗതിയിൽ വരുന്ന ആനകൾ ഇവിടെ അത്ര ഉപദ്രവകാരികളല്ല. ഈ കോളനി നിവാസികളൊന്നും തന്നെ ഇവിടെ അവർ ഉപദ്രവിക്കാറില്ല. പക്ഷേ ഈ മോഴയാനയുടെ ഒരു ആക്രമണ സ്വഭാവം കണക്കിലെടുത്ത് ആ മോഴയാന ഇനി ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരുമോ എന്നുള്ളൊരു ഭയം സ്വാഭാവികമായിട്ടും ഈ കോളനി നിവാസികൾക്കുണ്ട്. 44 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്, 44 വീടുകൾ ഈ ഭാഗത്തുണ്ട്. അവരുടെ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സർക്കാരിന് മുന്നിൽ ഇവർ ഈ ഒരു ആവശ്യമായിട്ട് തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മണ്ടുണ്ണി കോളനി ഭാഗത്തേക്ക് ആന എത്തി എന്നുള്ള വിവരത്തെ തുടർന്നാണ് വനം ഉദ്യോഗസ്ഥന്മാർ ഈ അകത്തേക്ക് കടന്നു പോയിരുന്നത്. അവർ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇനി ആനയെ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തിയുകൊണ്ട് കാര്യമില്ല. ഇവിടുന്ന് കർണാടക വനപ്രദേശത്തേക്കാണോ അല്ലെങ്കിൽ നഗർഹോള വനത്തിലേക്കാണോ അല്ലെങ്കിൽ തോൽപ്പെട്ടി ഭാഗത്തേക്കാണോ എന്നറിയില്ല. ആന ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുന്നത്.